നമ്മൾ കേൾക്കുന്ന തിരുവചനത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തണം. ദൈവം തൻ്റെ വചനം നമ്മളോട് സംസാരിക്കും. അത് നമ്മുടെ ലൈഫിൻ്റെ പ്രായോഗിക തലങ്ങളിൽ, സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രായോഗിക തലങ്ങളിൽ നമ്മൾ വേണം കൊണ്ടുവരുവാനായിട്ട്. ദൈവജനം നമ്മളോട് എന്ത് പറയുന്നോ അതനുസരിക്കാനുള്ള അനുഭവങ്ങളാണ് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ നമ്മുടെ മുമ്പിൽ തരുന്നത്. മനസ്സിലാക്കണം. അതനുസരിക്കാനുള്ള അനുഭവങ്ങൾ മുമ്പിൽ തരും. അവിടെ തോറ്റുപോകില്ല, അവിടെ ജയിച്ചു. അവിടെ ജയിച്ചാൽ നമ്മൾ ആത്മീയത്തിൽ ഒരു പടി കൂടെ വീണ്ടും ഉയർന്നു എന്നുള്ളതാണ്. സാത്താന്റെ തല അവിടെ താഴും, നിന്റെ തല അവിടെ ഉയരും. അപ്പോ നമുക്ക് ലഭിക്കുന്ന പ്രാഗൽഭ്യം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദൈവത്തിന് മഹത്വം. നമ്മൾ ഇന്നലെ രാത്രിയിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ചിന്തിച്ചത്. ഇന്ന് രാത്രിയിലും അതിന്റെ തുടർന്നുള്ളത് നിങ്ങളോട് ദൈവം തന്ന ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നലെ രാത്രിയിലും നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വേദഭാഗങ്ങളില് ഫിലിപ്പോസിനെ ദൈവം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്നുള്ള ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും എടുത്തോ, കുഞ്ഞുങ്ങളൊക്കെ എടുത്തോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറിയ പാസ്റ്റർ ഒന്ന് പറഞ്ഞപ്പോൾ ഓരോ കുഞ്ഞുങ്ങളൊക്കെ വായിച്ചു. നല്ലൊരു കാര്യമാണ്. ഇന്നലെ പെൺകുഞ്ഞുങ്ങൾ വായിച്ചായിരുന്നു. ഇന്ന് ആൺകുട്ടികൾ ആരെങ്കിലും ഒന്ന് വായിച്ച് Book of Acts chapter 8 verse 26. Read. Anybody else? Now an angel of the Lord said to Philip, "Rise and go toward the south to the road that goes down from Jerusalem to Gaza. This is a desert place." മതി. ഹല്ലേലൂയ. ഗാസയിലേക്ക് പോകാൻ. വേദപുസ്തകത്തിൽ നമ്മുടെ ഈ പുസ്തകത്തിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയില് അതിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഗാസ അതേ പേര് തന്നെയാണ് കേട്ടോ, ഗാസ. നിങ്ങൾ നോക്കിയുണ്ടോ? നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? നോക്കി, എല്ലാവരുടെയും പുസ്തകത്തിലുണ്ടോ? ഗസക്ക് എന്ന് മലയാളത്തിലുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗാസ. GAZA ഗാസ എന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ അടുത്ത് ബഫറയുണ്ടല്ലേ? ബഫറയുണ്ടെങ്കിൽ ഒഫ്രയുണ്ട്. ഒഫ്ര എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ നിന്ന്? ഒഫ്ര ഗിദയോനോട് റിലേറ്റഡ് ആയിട്ടൊരു സ്ഥലമാണ് ഒഫ്ര. ഇതെല്ലാം ഒന്നോട് റിലേറ്റഡ് ആണ്. അപ്പം ദൈവത്തിന്റെ നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചത് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേക്കുക. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയിൽ എഴുന്നേക്കുക എന്നുള്ള ആ ഒരു ചിന്ത, ആലോചന നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചതാണ്. അത് നമുക്കൊരു വിടുതലായെന്നാണ് എന്റെ വിശ്വാസം. അനേകരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചതിനായി എന്നിട്ട് പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ മിനിസ്ട്രി പിന്നെ ശമരിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട്, ദൈവദാസനോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നത് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക്. അതിന് ദിശ പോലും പറയുന്നുണ്ട്. നോർത്താണോ വെസ്റ്റാണോ സൗത്താണോ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറഞ്ഞ തെറ്റത്തിൽ തെക്കും വടക്കും നമ്മൾ അലയേണ്ട വരത്തിൽ. മനസ്സിലാവും? തെക്കും വടക്കും ഗതിയില്ലാതെ അലയാൻ ഒരു ദൂത് പരിശുദ്ധാത്മാവ് പറയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ അത് കൃത്യമാണ്.
അതിനൊരു വ്യത്യാസങ്ങളും ഉണ്ടാകത്തില്ലെന്ന്. ദൈവത്തിനും മഹത്വം. ദൈവമക്കളെ, വ്യക്തമായ വീടിന്റെ അടയാളവും അതിന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിന്റെ പോലും അടയാളം ഒക്കെ കാണിച്ച് ദൈവം അയച്ചിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ടെന്നറിയാമോ? താങ്ക് യു ലോർഡ്. നമ്മളെ കുറിച്ചുള്ള ദർശനം പലർക്ക് കൊടുത്തിട്ട് നമ്മളെ അടുക്കൽ ദൂതന്മാരെ ദൈവത്തിന് അയക്കാൻ കഴിയില്ല. നമ്മൾ ഇനി ലോകത്തിൽ ഈ അംബാസിഡർ തെരുവിൽ ഇനി എവിടായാലും ഏത് ഫ്ലാറ്റിൽ താമസിച്ചാലും കണ്ടുപിടിക്കാൻ എനിക്കേ പ്രയാസമുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രയാസം. എവിടെ പാർക്കുന്നുവെന്നും ഏത് സ്ഥലത്ത് പാർക്കുന്നുവെന്നും എന്റെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് മഹത്വം. അതിനനുസരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഗൗരവമാണ്, തെറ്റിപ്പോകത്തില്ലെന്ന്. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് പലരും നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഗൂഗിൾ മാപ്പ് സ്തോത്രം. ഇന്നാണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു ഫാമിലി ഗൂഗിൾ മാപ്പ് ആ പുള്ളിക്കാരി പറയുന്ന കേട്ട് ഒരു വനത്തിന്റെ നടുവിൽ ചെന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ സ്ഥലവും. പാതിരാത്രിക്ക് പറയാ, ഇതാ നിങ്ങളുടെ സ്ഥലവും. ഹല്ലേലൂയ. മറ്റൊരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു നദിയുടെ തീരത്ത് കൊണ്ടുവന്ന് ഈ പുള്ളിക്കാരി നിർത്തിയിട്ട് പറയാ, ഇതാ നിങ്ങളുടെ സ്ഥലവും. ഒരു മലയുടെ അപ്പുറത്താ പോകണ്ട, ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാ, ഇതാ നിങ്ങളുടെ സ്ഥലവും. എന്നാൽ ഇഷ്ടംപോലെ നമുക്ക് അത് ഉപയോഗപ്രദമാകുന്നുണ്ട്. പക്ഷെ കർത്താവിന് തെറ്റുപറ്റാം. ദിശ അറിയാം, എങ്ങോട്ട് പോകണമെന്ന് കർത്താവിനാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് കേട്ട് ഇറങ്ങി തിരിച്ച് ആരെങ്കിലും വഴി തെറ്റിപ്പെട്ടു, അവൻ വഴി തെറ്റിക്കുന്നവനല്ല, അവൻ വഴി കാണിക്കുന്നവനെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവൻ തന്നെ വഴിയാണല്ലോ. സ്തോത്രം. നമ്മുടെ ഉഴച്ചകളെ മാറ്റുന്നത് നമ്മൾ ഇനി ഉഴലാൻ കർത്താവ് അനുവദിക്കുന്നു. ശത്രുവിന്റെ നോട്ടത്തിൽ നമ്മൾ ഉഴലുകയായിരിക്കും. പക്ഷെ കർത്താവ് നമ്മെ നടത്തുക, ഉഴലുകല്ല നടത്തുക. ആത്മാവിന്റെ ആലോചന കേട്ട് ചുവടുവെക്കുന്ന ദൈവവൈതലേ, നിന്റെ ദിശ തെറ്റത്തില്ല. നീ പോകുന്ന വഴി അപകടമായി വരത്തില്ല. അഗ്നിയിൽ ചെന്ന് ചാടാൻ തമ്പുരാൻ നിന്നെ അനുവദിക്കത്തില്ല. ഒരു അപകടത്തിലോ അഗ്നിയിലോ ഏതെങ്കിലും കൊറസ്റ്റ് പിടിച്ചതിലോ കൊണ്ടുവന്ന് ചാടിക്കുന്നവരല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. രാത്രി ശക്തമായി ഇടപെടുന്നു. ജീവിത യാത്രയിൽ എവിടെയെങ്കിലും അഗ്നിയിൽ ചെന്ന് ചാടിയിട്ട് നിനക്ക് കരകയറാൻ കഴിയാതെ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ പാതയിൽ നിന്റെ ചുവടുവെക്ക്. വഴിയാകുന്നവൻ നിന്നെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കാൻ മതിയായവനാണെന്ന്. അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് കഷ്ടമേ ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് തകർച്ചയേ ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് നാശമേ ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് ബന്ധങ്ങൾ ഇല്ലാതായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ ശരീരത്തെ ബാധിക്കും, അതുകൊണ്ട് നിന്റെ മനസ്സിനെ ബാധിക്കും, അത് നിന്റെ ജോലിയെ ബാധിക്കും, അത് നിന്റെ ഫിനാൻഷ്യലായതിനെ ബാധിക്കും, അത് നിന്റെ മനസ്സിനെ ബാധിക്കും, അത് നിന്റെ കുടുംബത്തെ ബാധിക്കും, അത് നിന്റെ തലമുറയെ ബാധിക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ പരാജയപ്പെടാൻ അനുവദിക്കത്തില്ല. ഒരുപക്ഷെ അത് പ്രശസ്തമായി തോന്നിയാലും അതിന്റെ അന്തം മാധുര്യമുള്ളതായിരിക്കും, അതിന്റെ അന്തം വിജയമുള്ളതായിരിക്കും. അത് നഷ്ടത്തിൽ കലാശിക്കത്തില്ല, അത് പരാജയത്തിൽ കലാശിക്കത്തില്ല, അത് തകർച്ചയിൽ കലാശിക്കത്തില്ല, നിന്നെ കൊണ്ടുവന്ന് കുടുംബത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചില കുടുംബ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ്
ചെയ്യാനുള്ള മോഹങ്ങൾ നമ്മളെ അപകടത്തിൽ കൊണ്ടുവന്ന് ചാടിക്കും, നമ്മളെ ട്രാപ്പിൽ കൊണ്ടുവന്നാക്കും. ദൈവത്തിന് മഹത്വം. എന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, കർത്താവ് ചെയ്യുന്നത് കറക്റ്റ് ദിക്കുപോലും കാണിച്ച്, കറക്റ്റ് ഇടം നിന്നെ കാണിച്ച് നയിക്കുന്ന പരിപാടിയാ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ. അവിടാണ് വിജയം, അവിടാണ് അനുഗ്രഹം, അവിടാണ് സമാധാനം, അവിടെ സ്വസ്ഥത, അവിടെ എല്ലാ കാര്യങ്ങൾക്കും ക്രമീകരണം ഉണ്ടാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ബുദ്ധിയുടെ വഴി, സ്തോത്രം, സ്വയത്തിലുള്ള ആശ്രയം, അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ദൂത് കേൾക്കുമ്പോൾ മടങ്ങി വന്നു. കർത്താവ് നിന്നെ കറക്റ്റ് പാത്തിൽ കൊണ്ടുവന്ന് നിർത്തും യേശുവിന്റെ നാമത്തിൽ. ഈ ദൂതൊക്കെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കറക്റ്റ് പാത്തിൽ കൊണ്ടുവന്ന് നിർത്തുവന്ന്, കറക്റ്റ് വഴിയിൽ കൊണ്ടുവന്ന് നിർത്തുവന്ന്. ആർക്കെങ്കിലും സംശയമുണ്ടോ? പോകുന്ന വഴിക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന്, ഒന്നും ശരിയാകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടോ പാളിച്ചകൾ വന്നു പോയിട്ടുണ്ട്. എന്റെ വഴികളിൽ, എന്റെ മാർഗത്തിൽ എവിടൊക്കെയോ പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവിന്റെ ഇടപെടലിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത് സമ്മതിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് കറക്റ്റ് പാതയിൽ നിന്നെ കൊണ്ടുവന്ന് നിർത്തും. വേദപുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ പറ. ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. എത്ര പേരെ തമ്പുരാൻ കൊണ്ടുവന്ന് കറക്റ്റ് സ്ഥലത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഇതുവഴി പൊക്കോളാൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ. മുമ്പിലേക്ക് നോക്കിയാൽ ഒന്നും കാണത്തില്ലെങ്കിലും ദൈവം തമ്പുരാൻ പറഞ്ഞത് സമയത്ത് വെളിപ്പെട്ടു വരും, സമയത്ത് നിന്റെ കയ്യിൽ വരും, സമയത്തായി വരുമെന്ന് യേശുവിന്റെ നാമത്തിൽ. ദൈവസഭയിലെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും സാത്താൻ കാണിക്കുന്ന പാതയിൽ നിന്ന് പരാജയപ്പെടാൻ അനുവദിക്കരുത്. ചിലപ്പോൾ ഒരു വഴി, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ മരണ വഴികളൊക്കെ അതിന്റെ അവസാനം. എന്നാൽ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയുടെ അവസാനം മരണമല്ല, ജീവൻ. അതാ നമുക്ക് വെളിപ്പെട്ടു. താങ്ക് യു ജീസസ്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് കൊണ്ടുവരണം. ഹല്ലേലൂയ. ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ടുള്ള, ഇതിനകത്തൊരു കാര്യം കിടപ്പുണ്ട് കേട്ടോ. തെക്കോട്ടുള്ള യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം, ഇപ്പോ ഫിലിപ്പോസ് നിൽക്കുന്നത് ശമരിയയിലാണ്. ഓക്കെ, ഫിലിപ്പോസിനോട് കർത്താവ് പറയുന്നത് നീ ഗാസയിലേക്ക് പോകാനാണ്, ഗാസയിലേക്കുള്ള വഴിയിൽ പോകാനാണ്. ഗാസയിൽ പോകാനല്ല, ഗസയിലേക്കുള്ള നിർജ്ജനമായ വഴി. ആ വഴിയുടെ പ്രത്യേകത എന്താണ്? നിർജ്ജനമാണ്. ഹല്ലേലൂയ. അവിടെ ഒന്നുമില്ല, വിജനമായ വഴി. നമ്മൾ പറയത്തില്ല, നമ്മൾ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാണുന്നില്ല, ഒരു മനുഷ്യനെ മാഞ്ചാതിയെ കാണാൻ പറ്റുമോ? ഒരു വഴി ചോദിക്കാൻ പോലും ഒരു മനുഷ്യനെ കാണും, ഒന്നുമില്ല. ഇങ്ങനെ വെറും വിജനമായ വഴികൾ നമുക്ക് ഈ മരുഭൂമിയിലും പലയിടങ്ങളിലും കാണാനായിട്ട് പറ്റും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പറയുന്നു. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതിലൊക്കെ ഒരു ആലോചന ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ. എന്താന്ന് ചോദിച്ചാല് ദൈവം പറയുന്നത്, എടാ കുഞ്ഞ്, നീ ഇപ്പൊ നിൽക്കുന്നത് എന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. നീ ഇപ്പൊ നിൽക്കുന്നത് എവിടാണ്? ശമരിയയില്ല. ഇവിടുന്ന് നീ ഗസയ്ക്ക് പോകണ്ട, ഇവിടുന്ന് നീ ഗസയ്ക്ക് പോകണ്ട.
പിന്നെ എവിടുന്ന് പോയാൽ മതി? ജെറുസലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ സ്ഥലത്ത്. സ്തോത്രം. അതിനകത്തൊരു കാരണമില്ലേ? ഉണ്ടെന്ന്. നീ ഈ ശമരിയയിൽ നിന്ന് ഗസയ്ക്കുള്ള വഴിക്ക് പോയാ ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ നിനക്ക് കാണാൻ പറ്റും. ഞാൻ ഒരാളെ വരുത്താൻ പോകുന്നത് യെരുശലേമിൽ നിന്ന് ഗസയ്ക്ക് പോണ വഴിയല്ല. ആ വ്യക്തി യെരുശലേമിൽ നിന്ന് വരുന്നുണ്ട്. അവൻ പെരുന്നാൾ കഴിഞ്ഞ് ഒരു മഹാൻ, ഒരു മന്ത്രി, ഉന്നതനായ മനുഷ്യൻ, നിന്റെ ആയുസ്സിൽ കാണാത്ത വ്യക്തി. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് തുറന്നു പറഞ്ഞാൽ ഒന്നും തോന്നരുത്. അമ്മേ, എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കൂടാ? ഇവിടുത്തെ കൊട്ടാരത്തിൽ പോയി പ്രാർത്ഥിക്കാൻ നമ്മളെ ക്ഷണിക്കാം. അന്തം വിട്ടിരിക്കും. ഇവിടുത്തെ രാജാവ് നമ്മളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. സാറയെ പോലെ ചിരിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ദൈവത്തിന് ഭാഗത്ത് ഇവിടുത്തെ രാജാവ് നമ്മെ വിളിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചെങ്കിൽ, ദർശനം പറഞ്ഞെങ്കിൽ, ദാനിയേലിനെ വിളിപ്പിച്ച ദർശനം കേട്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവനെ വിളിക്കാതിരിക്കും. ഇതൊക്കെ എക്സ്ട്രീം അല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിക്കുമെന്നുള്ള ഉറപ്പിലൊരാളും ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരു വേറൊരു ലെവലിലാക്കാൻ വേണ്ടി ഒന്നും ഞാൻ പറയുകയല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അങ്ങനെ സഭയൊന്ന് പ്രാർത്ഥിച്ച ഈ ദിവസങ്ങളിൽ, കർത്താവേ, അവൻ ഇവിടുത്തെ കൊട്ടാരങ്ങളിൽ ചെന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒന്ന് അയക്കണമേ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അതിന് ഉപയോഗിക്കുമല്ലേ? ഒരു എസ്തേറിനെ ഉപയോഗിച്ചുവെങ്കിൽ, ഒരു അടിമ പെൺകുട്ടിയെ അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുവെങ്കിൽ, ആരാ അടിമ പെൺകുട്ടിയുടെ പേരെന്നാ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പറയരുത്. ഒരു അടിമ പെൺകുട്ടിയെ ഒരു ശതാധിപനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചു. പേരെന്നാ പറയാമോ? ഒരു അടിമ പെൺകുട്ടി, ഇസ്രായേലിയ അടിമ പെൺകുട്ടിയെ ദൈവം ഉപയോഗിച്ചു. നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയെ വിടുവിക്കാൻ. ആ പുള്ളിക്കാരുടെ പേര് പറയാമോ? ഇവരിങ്ങനെ താടിക്കും കൈവിടുന്ന് ഇങ്ങനെ ഇരിക്കുക. ദൈവത്തിന് സ്വോത്രം. പേരില്ലെന്നേലും ഒന്ന് പറ. പേരില്ലെന്നേലും ഒന്ന് പറ. പേരില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരി, ഒരു പെൺകുട്ടിയാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പോലെയുള്ള പെൺകുട്ടിയാ. അടിമയായി പിടിച്ചോണ്ട് പോയതാ. സ്വന്തം നയമാന്റെ കുഷ്ഠരോഗം കണ്ടിട്ട് വാശി തീർക്കുകയായിരുന്നില്ല. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ അവിടെ ഉണ്ടെന്നും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതൽ ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? അനുഭവമുള്ളവർ പറയും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് മഹത്വം. നമുക്കൊരു അനുഭവം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവൻ ശമരിയിൽ നിന്ന് നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാനല്ല പറഞ്ഞത്, വഴിയിൽ പോകാനല്ല. ജെറുസലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാനാ പറഞ്ഞത്.
ദൈവത്തിന് മഹത്വം. കാര്യം ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അത് തമാശയാണെങ്കിൽ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ലല്ലിയാൻറ്റി സാധാരണഗതിയിൽ ഇപ്പോൾ എപ്പോഴും റിഗയിൽ നിന്ന് എവിടേക്കെങ്കിലും പോകാനായിട്ടാണ് പുള്ളിക്കാരിക്ക് കൂടുതൽ അറിയാവുന്നത്. ഇവിടെ വന്നതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ചെന്ന് വേറൊന്നും പറഞ്ഞു കൊടുത്തേക്കില്ല. വീണ്ടും എവിടെ ചെല്ലും? റിഗ ചെന്നിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളേ, വേറൊന്നും പറഞ്ഞില്ല. ഇതുപോലെ തന്നെ സ്തോത്രം തമ്പുരാൻ പറയുന്നത്, നീ എന്ത് ചെയ്യണം? യെരൂശലേമിൽ ചെന്ന് പോയാൽ മതി. അതിനകത്തൊരു കാരണമുണ്ട്. സ്തോത്രം. നമ്മുടെ എളുപ്പ വഴികളല്ല ദൈവം ഒരുക്കി വെച്ചിരിക്കും. നമ്മൾ പല എളുപ്പ വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം 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 സ്തോത്രം. ആ എളുപ്പ വഴികളെല്ലാം മാറ്റിവെച്ചു തമ്പുരാൻ പറയുന്നു, നീ എവിടേക്ക് പോകണം? യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ എളുപ്പ വഴികളെയും മാറ്റിവെച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ട് തമ്പുരാന്റെ സന്നദ്ധിയിൽ താമസിച്ചിട്ട് അവൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ഒന്നേ എന്ന് പറഞ്ഞ് ആരംഭിച്ച ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ നമ്മളിൽ നമ്മുടെ തലമുറയിൽ നടക്കുമെന്നുള്ള ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മഹത്വം. എളുപ്പ വഴികളെല്ലാം മാറ്റിവെച്ചു. തമ്പുരാൻ പറയുന്നത് പോലെ അവിടെ കഷ്ടപ്പെട്ട് എന്ന് അവിടുന്ന് യാത്ര തുടരുന്നു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, വടക്കോട്ട് പോകേണ്ടവരെ ദൈവം തെക്കോട്ട് അയച്ച സംഭവം ഓർക്കുന്നുണ്ടല്ലോ. അവൻ കാര്യമല്ല, അവര് വടക്കോട്ട് പോകേണ്ടവരായിരുന്നു. ദൈവം അവരെ തെക്കോട്ട് കൊണ്ടുപോയി. അതിന് വേറെ കാരണങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് വേറെ ഉദ്ദേശങ്ങളുണ്ട്. ചില ഇവന്റുകളായിരിക്കും നമ്മളുടെ ദിശയെ മാറ്റുന്നത്. ചില അനുഭവങ്ങളായിരിക്കും നമ്മുടെ ദിശയെ മാറ്റുന്നത്. നമ്മൾ വടക്കോട്ട് പോകാൻ വേണ്ടി മാത്രം ഒരുങ്ങി കാത്തുകെട്ടി കിടന്നവരായിരിക്കും. എന്നാൽ ചില ഇവന്റുകൾ, ചില അനുഭവങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് വഴിയെ യാത്ര തുടരുവാൻ ദൈവം നമ്മളെ കൊണ്ടുപോകും. എന്തിനാ കാര്യമെന്ന് അറിയാമോ? ദൈവത്തിന് നിന്നെ കുറിച്ച് വേറൊരു പദ്ധതിയുണ്ട്, വേറൊരു പ്ലാനുണ്ട്, വേറൊരു പദ്ധതിയുണ്ട്, വേറൊരു പ്ലാനുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. എന്തിനാ പ്രിയപ്പെട്ടവരെ അവൻ വടക്കോട്ട് പോകേണ്ട ഇസ്രായേൽ ജനത്തെ തെക്കോട്ട് കൊണ്ടുപോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സീനായി പർവ്വതത്തിൽ നിങ്ങളും ദൈവവുമായി ഒരു കൂടിക്കാഴ്ച നേരത്തെ തന്നെ ദൈവം പ്ലാൻ ചെയ്തു. ഒരു എൻകൗണ്ടർ, ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ. ശ്രദ്ധിച്ചു അതിനെ കേട്ടുകൊണ്ടിരുന്നത്. തമ്പുരാനുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകാത്ത ഒരു വ്യക്തിക്ക് ജയകരമായ ക്രിസ്തീയ ജീവിത യാത്ര നടത്താൻ പറ്റില്ല. തുടർന്ന് നിന്റെ മരുഭൂമിയിലെ യാത്രയിൽ നീ പരാജയപ്പെട്ടു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ സീനായി പർവ്വതത്തിന്റെ മുകളിൽ യഹോവയാം ദൈവവുമായി ഒരു കൂടിക്കാഴ്ച, ഒരു എൻകൗണ്ടർ ദൈവം തമ്പുരാൻ നേരത്തെ ഒരുക്കി വെച്ചിരുന്നു. നീ ആ മറ്റേ വഴിക്ക് പോയിരുന്നെങ്കിൽ നീ യുദ്ധം കണ്ട് മടങ്ങി വരുമെന്നുള്ളത് എന്റെ അപ്പനും നന്നായി അറിയാവുന്നതുകൊണ്ട് തമ്പുരാൻ ആ വഴി നിങ്ങൾ വിട്ടില്ല. നീ ആഗ്രഹിച്ച പല വഴിയെ എന്റെ ദൈവം വിടാവുന്നതിനായി ഇന്ന് രാത്രി എത്ര പേര് ആരോഗ്യത്തോടെ സ്തോത്രം പറയും, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. നീ ആഗ്രഹിച്ച പല വഴികളിലൂടെ എന്റെ ദൈവം നിന്നെ വിടാഞ്ഞത്
ലഭിക്കേണ്ടതെന്നുള്ളതും തമ്പുരാന്റെ നിശ്ചയങ്ങളാണ്. നമ്മുടെ വഴികളല്ലല്ലോ. സ്തോത്രം. ഒരു എൻകൗണ്ടർ കർത്താവുമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നീ ചെല്ലുന്നിടത്ത് പരാജയപ്പെടത്തില്ല. എൻകൗണ്ടറിലൂടെ ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? ആ ദൈവവുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പാണ്. ആ ഡീപ്പ് റിലേഷൻഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ന്യായപ്രമാണം നിന്റെ ഉള്ളിലാക്കി തരികയാണ്. ദൈവത്തിന് മഹത്വം. അതുവരെ ന്യായപ്രമാണമില്ലാതെ നടന്ന ജനം തുടർന്നുള്ള മരുഭൂമിയിലെ ജയകരമായ ജീവിതത്തിന് സീനായി പർവ്വത മലയിൽ വെച്ച് അവർക്ക് ദൈവം കൊടുത്ത എൻകൗണ്ടറിൽ ദൈവം കൊടുത്ത മറ്റൊരു കാര്യം ന്യായപ്രമാണം അവർക്ക് കൊടുത്തു. ന്യായപ്രമാണം കൊടുത്തതെന്തിനാ? അതനുസരിച്ച് നിന്റെ ജീവിതം നയിക്കാനാ. ദൈവത്തിന് മഹത്വം. യേശു കർത്താവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ നിനക്ക് ലഭിക്കുന്നത് ജീവനുള്ള വചനം നിന്റെ ഹൃദയത്തിൽ വരികയാണ്. ന്യായപ്രമാണമുള്ളവൻ എവിടെ ചെന്നാലും പരാജയപ്പെടത്തില്ല. കോംപ്രമൈസിന് പോകത്തില്ല. ഹലോ, കോംപ്രമൈസിന് പോകത്തില്ല, പരാജയപ്പെടത്തില്ല. കാര്യമെന്താ? ന്യായപ്രമാണം ഉള്ളിലുണ്ട്, വചനം ഉള്ളിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നത്, സാത്താന്റെ ലക്ഷ്യം നമ്മളെ കുറിച്ചുള്ളതെന്താ? എല്ലാ ജീവിത യാത്രയിലും നിന്നെ പരാജയപ്പെടുത്തണം എന്നുള്ളതല്ലേ? നിന്റെ നാടൻ പരാജയപ്പെട്ടവനല്ല, അവൻ ജയിച്ചവനാ. നമ്മിൽ വ്യാപരിക്കുന്നത് ഒരു യാചകന്റെ ആത്മാവല്ല, നടക്കുന്നവന്റെ ആത്മാവല്ല, പരാജയപ്പെട്ടവന്റെ സുഖമല്ല. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവത്തെ നമ്മിൽ വ്യാപരിക്കുന്നവന്. ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, നീ ജെറുസലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ പോകുക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്നാണെന്നറിയാമോ? ആ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. വഴിക്ക് എന്തുണ്ട്? ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ വഴിയുടെ പ്രത്യേകത? സ്തോത്രം. അവിടെ ഇംഗ്ലീഷ് ബൈബിളില് എടുത്തിങ്ങനെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് എ ഡെസേർട്ട് റോഡ് എന്ന്. മരുഭൂമിയിലെ വഴിയെന്ന് എക്സ്പ്രഷൻ പ്രത്യേകമായി എടുത്ത് എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് എ ഡെസേർട്ട് റോഡ്. ഡെസേർട്ട് റോഡില് ആരും കാണത്തില്ല, മനുഷ്യരാരും കാണത്തില്ല. മനുഷ്യരുണ്ടായിരുന്നിടത്തു നിന്നാണ് ഇപ്പോൾ ഫിലിപ്പോസ് അങ്ങോട്ട് പോകാൻ പറയുന്നത്. സത്യത്തിൽ ഫിലിപ്പോസിന് മാനുഷികമായി ഈ ഒരു ആലോചന ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷെ വിജനമായ സ്ഥലത്താണ് ദൈവം അയക്കുന്നത് എങ്കിൽ, ഒന്നുമില്ലാത്തിടത്താണ് ദൈവം അയക്കുന്നതെങ്കിൽ, വെറും ശൂന്യമായി കിടക്കുന്നിടത്താണ് ദൈവം അയക്കുന്നതെങ്കിൽ നീ ധൈര്യമായി പോണം. ദൈവത്തിന് മഹത്വം. കാര്യം അവിടെ വൻകാര്യങ്ങൾ നടക്കാനുണ്ട്. ദൈവമാണോ ഒരു സ്ഥലത്ത് നമ്മെ അയക്കുന്നത്? അവിടെ ദൈവം അയക്കുന്നെങ്കിൽ, അവിടെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു തകർച്ചയും അവിടെ ഉണ്ടാകത്തില്ല, പരാജയം ഉണ്ടാകത്തില്ല. അവിടെ ദൈവം അത്ഭുതം ചെയ്യും. മരുഭൂമിയെ മലർവാടി നാം സ്വീകരിക്കുന്ന ദൈവം ഈ താഴ്വരയിൽ തന്നെ പൂവുകൾ വിട്ടുപോയി. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഞാനതിനെ വിശ്വാസത്തോടെ താഴ്വരയിൽ കുടിവെക്കുമ്പോൾ കാറ്റില്ലായിരിക്കും, മഴയില്ലായിരിക്കും. കാറ്റ് വേണമെന്നില്ല, മഴ വേണമെന്നില്ല. എന്റെ ദൈവത്തിൽ കുറിച്ചതിനെ നിറയ്ക്കാം. മനസ്സിലായോ?
ദൈവത്തിന് സ്തോത്രം. നിർജ്ജനമായ സ്ഥലം, വിജനമായ വഴി, പെരുവഴി, ആരുമില്ലാത്ത ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദൂതൻ പറഞ്ഞായിരുന്നു, നീ അങ്ങോട്ട് പോകുമ്പോ എത്യോപ്യയിലെ രാജ്ഞി കന്ദക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥാനപ്പേര്. അവിടെ ആ രാജ്യത്തെ രാജ്ഞിമാർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ് കന്ദക. ഫറവോൻ എന്നുള്ളതും പറഞ്ഞ് സ്ഥാനപ്പേരാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ സ്ഥാനപ്പേരുകളുണ്ട്. കർത്താക്കന്മാരുണ്ട്. ഈ റഷ്യയിലൊക്കെ ലോഡ് എന്ന് വിളിക്കില്ലേ, അങ്ങനെയുണ്ട് സ്ഥാനപ്പേരുകൾ പലർക്കും ഉണ്ട് ഓരോ. ഇവിടെയും കന്ദക എന്ന ഒരു പൊസിഷനാണ്, സ്ഥാനപ്പേരാണ്. ഈ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രി വരുന്നുണ്ടോ എന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. പറഞ്ഞിരുന്നെങ്കിൽ ആവേശം കൂടിയേനെ, പറഞ്ഞിരുന്നെങ്കിൽ ഉത്സാഹം കൂടിയേനെ. പക്ഷെ ദൈവം നമ്മെ അയക്കുമ്പോൾ മിക്കപ്പോഴും എന്താണ് ദൈവം അവിടെ ഒരുക്കിയിരിക്കുന്നെന്നുള്ളത് പറയാതെയാണ് ദൈവം അയക്കുന്നത്. മനസ്സിലാക്കണം. വിശ്വാസത്താൽ ജീവിക്കുന്ന നിങ്ങളോട് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അബ്രഹാമിനെ ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊന്ന് വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കെന്നല്ലേ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നാ, കണ്ട ദേശമല്ല, കാണിപ്പാനിരിക്കുന്ന, ചെന്ന് കഴിയുമ്പം കാണാം. അതുകൊണ്ട് കർത്താവും പറഞ്ഞു, വന്ന് കാണുക. നന്മ വല്ലതും ഉണ്ടോ? എന്നാ മറുപടി? വന്ന് കാണുക. വന്ന കാണാനുണ്ട്. സ്തോത്രം. കാണിപ്പാനിരിക്കുന്ന ദേശം. അബ്രഹാമിന്റെ മകനെ യാഗം കഴിക്കാനായിട്ട് ആലോചന പറഞ്ഞപ്പോൾ സ്തോത്രം, അപ്പുറത്ത് വല്ലതും കണ്ടായിരുന്നു. മോറിയ മലയിൽ കുറ്റിക്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ അബ്രഹാം കണ്ടായിരുന്നു? കണ്ടില്ല. പോകാൻ പറഞ്ഞപ്പോ പോയി. ഒന്നുമില്ലാത്തിടത്ത് കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ പറഞ്ഞപ്പോ ആ മല ദൈവം കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അവിടെ കയറി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ അബ്രഹാം പുറപ്പെട്ടപ്പോഴേ എന്റെ ദൈവവും തനിക്ക് വേണ്ടി കരുതാൻ പുറപ്പെട്ടു. ഇത് അബ്രഹാം അറിഞ്ഞില്ല. നമ്മൾ തിരിച്ചറിയണം, അവന്റെ വാക്കനുസരിച്ചൊരു പുറപ്പാട് നമ്മക്കുണ്ടെങ്കിൽ അപ്പുറത്ത് ദൈവത്തിന്റെ കരുതലുണ്ടെന്ന് ഉറപ്പായ കാര്യം തന്നെയാണെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം പ്രവർത്തിക്കുന്ന വഴി. എവിടെ അത്താഴം ഒരുക്കും? യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചു. യേശു എന്താ മറുപടി കൊടുത്തത്? നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കുടത്തിൽ, എല്ലാവരും ശ്രദ്ധിച്ചേ, കുടത്തിൽ വെള്ളവുമായി പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണും. ആ വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ പോകണം. ആ വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിച്ചത് എവിടെ ഒരുക്കുമെന്നല്ലേ? വിളിച്ചൊരുക്കിയ വൻമാളിക ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതാ ദൈവത്തിന്റെ പരിപാടി. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കും. ഈ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കും. ഇത് എന്നോടാണെന്ന് പറ. നിർജ്ജനമായ സ്ഥലത്ത് ദൈവം അയക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് നിർജ്ജന വഴിയിലേക്ക് നമ്മെ അയക്കുന്നത് നീ അവിടെ ഇല്ലാതായി പോകാനല്ല. ദൈവത്തിന് പ്ലാനുകളുണ്ടെന്ന്
നിരാശകളും മാറിപ്പോകും. ഒരു ഹൃദയങ്ങളിലും നിരാശ വാഴാൻ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അതൊരു അപകടമാണ്. നിരാശ നിന്നെ താഴ്ത്തിക്കളയും, ഒതുക്കിക്കളയും. രാത്രി ആത്മാവിൽ ബലം പ്രാപിച്ചിട്ട് ഇവിടെ നാളെ വിട്ട് അങ്ങോട്ട് പോകാവുള്ളൂ. ഇങ്ങനെ നിർജ്ജനമായ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശൂന്യത വരുത്തിയിരിക്കുന്നു, നിർജ്ജനമായ വഴിയൊരുക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നിർജ്ജനമായ വിജനമായ ഒരു വഴി ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, ആ നിരാശ നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള ആ നിരാശയുടെ ഇപ്പോൾ വിടുതൽ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിരാശ ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു വിജനമായ വഴിയിലേക്ക് പോകുവാനായി പറഞ്ഞു. ഇനി 27-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. വേഴ്സ് 27. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഒരു നല്ല വിഭാഗം ആൾക്കാർ അതിനെ നന്നായി ഏറ്റെടുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി മനസ്സിലാക്കി വിടുതൽ പ്രാപിക്കും. എന്നാൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്തവരായി നിങ്ങൾ ഇരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇതുമായി ഒരു റിലേഷൻ ഇല്ലാത്തവരായി നിങ്ങൾ ഇരിക്കരുത്. പൊന്നു കുഞ്ഞേ, കർത്താവിന് ദൂത് പറയാനുള്ളത് മുതിർന്നവരോട് മാത്രമല്ല, ഇവിടെ വർത്താനം പറയും നിങ്ങളോടുണ്ട്. ദൈവത്തിന് നിങ്ങളോട് എന്തുണ്ട്? ദൈവത്തിന് ദൂതുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി കർത്താവ് പറഞ്ഞു തരും. ഞാൻ പ്രസംഗിക്കുന്നത് കട്ടിവാക്കുകൾ ഒരു പക്ഷെ ആയാലും ഇതങ്ങോട്ട് ഫിൽറ്റർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരുന്ന കർത്താവ് മനസ്സിലാക്കി ഒന്ന് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഇതാക്കി ഒന്ന് മാറ്റാവും. ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഇതൊന്നാക്കി മാറ്റാമോ? അതോ മറ്റുള്ള പലതും നിങ്ങളുടെ ലൈഫിലെ ഇൻട്രസ്റ്റ് ഉള്ളതായി നിങ്ങൾ തീർക്കരുത്. കർത്താവിന്റെ സന്നിധിയിൽ വരുന്നതും ആനന്ദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സന്തോഷിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും അതൊരു ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാക്കി.
അത് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാ നിങ്ങളോട് പറയുന്നത്. ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം അത് ചെയ്യുക. മടങ്ങി വരാം ആ വാക്യത്തിലേക്ക്. 1:27 എന്ത് ചെയ്തു? അടുത്തത് വായിച്ചു എന്നുറക്കെ. ആണ്ടവൻ പുറപ്പെട്ടു, പോകാൻ പറഞ്ഞു, പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, അവൻ എന്ത് ചെയ്തു? പുറപ്പെട്ടു. അങ്ങനെ അവിടെ വായിക്കുന്നത്. അവൻ പുറപ്പെട്ടു, ചെന്നപ്പോൾ കന്ദക എന്ന എത്യോപ്യ വായിച്ചു. എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് ഇടപെട്ടതെന്നറിയാമോ? അല്ലെ, പുറപ്പെടാൻ പറഞ്ഞപ്പോ ഇദ്ദേഹം പുറപ്പെട്ടു. വേറൊരു വിഷയം അവിടെ ഉണ്ടായി. ഇദ്ദേഹം പുറപ്പെട്ടപ്പോ ദൈവം ചിലതിനെ പുറപ്പെടുവിപ്പിച്ചു. ഫിലിപ്പോസേ, നീ പുറപ്പെടാതിരുന്നാൽ ചിലതിനെ ദൈവം പുറപ്പെടുവിപ്പിക്കത്തില്ല. ചില പുറപ്പെടലുകൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം പുറപ്പെട്ടേ പറ്റൂ. സ്റ്റക്കായി നിൽക്കുന്നു. രാത്രി വിടുതലിന്റെ രാത്രി സ്റ്റക്കായി ഫ്രീസായി നിൽക്കുന്നൊരു അവൻ ഫീലിനെ ഉണ്ടാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ആത്മീയ വിടുതൽ, ആത്മീയ വിടുതൽ. നീ സ്റ്റക്കായി നിൽക്കുന്ന, നിന്നെ സ്റ്റക്കാക്കി ഫ്രീസാക്കി ഒരു കാര്യങ്ങൾ പോലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ഒഴുക്കി നിർത്തിയിരിക്കുന്ന തലങ്ങളിൽ നിന്ന് തീരുമാനിച്ചേ. ഞാൻ പുറപ്പെടുമെന്ന് തീരുമാനിക്കുക. ഇവിടെ ഇരുന്നോണ്ട് നമുക്ക് പുറപ്പെടാൻ പറ്റും കേട്ടോ. ഇവിടെ ഇരുന്നോണ്ട് നമുക്ക് പുറപ്പെടാൻ പറ്റും. ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കുമ്പോഴേ ദൈവം അപ്പുറത്ത് പ്രവർത്തിക്കും. ഇതൊക്കെ നിങ്ങളെ ഇളക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനാ മുറിയെത്തുന്ന ദൂതുകളാണ് നിങ്ങളോട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. പുറപ്പെട്ടപ്പോൾ അപ്പുറത്ത് ദൈവം ചിലത് പുറപ്പെടുവിപ്പിച്ചു. അത് ഇദ്ദേഹം കണ്ടില്ല. അവൻ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ കൂട്ടി കാണാൻ ദൈവം ഇടയാക്കി. കണ്ടപ്പോഴാണ് അറിയുന്നത്, ഇത്രയും വലിയതായിരുന്നല്ലോ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. ആയുസ്സിൽ നടക്കാത്തത് ദൈവത്തിന്റെ ആലോചന കേട്ട് പുറപ്പെട്ടപ്പോൾ ദൈവം കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാ. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം. ദിവസങ്ങളായില്ലേ കഴുതകളെ തേടി പുറപ്പെട്ട ശൗല് നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ശൗല് പുറപ്പെട്ടപ്പോൾ ദൈവം പുറപ്പെട്ടോ? സ്തോത്രം. അന്നേരം പുറപ്പെട്ടില്ല. കറക്റ്റായിട്ട് ദൈവദാസന്റെ അരിക്കലേക്കുള്ള വഴിയിൽ തന്റെ കാല് വെക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവും അവിടുന്ന് പുറപ്പെട്ടു. അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിച്ചു. ആരെ പുറപ്പെടുവിപ്പിച്ചു? ശമൂവേലിനെ പുറപ്പെടുവിപ്പിച്ചു. എന്തിനു പുറപ്പെടുവിപ്പിച്ചു? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടപ്പുറപ്പ് ഇന്നിപ്പോൾ ഇത് പറയുമ്പോ ഇതിനകത്തൊരു ആലോചനയുണ്ട്. എന്തിനു പുറപ്പെടുവിപ്പിച്ചു? കൂടെ നിന്ന് പ്രാർത്ഥിച്ചതുണ്ട്. എന്തിനു പുറപ്പെടുവിപ്പിച്ചു? നിന്നെ ഇസ്രായേലിന്റെ രാജാവാക്കാൻ, ഇസ്രായേലിന്റെ രാജാവാക്കി തീർക്കാൻ നിന്റെ മനസ്സിൽ പോലും തോന്നാത്തത് എന്റെ ദൈവത്തിന്റെ മനസ്സിലുള്ളത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ചില നഷ്ടങ്ങൾ വരുത്തി, ചില കഷ്ടങ്ങൾ വരുത്തി നിന്നെ വിജയമായ പാതയിൽ കൊണ്ടുവന്ന്, നീ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് നിന്നെ
കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവരുവാൻ ഇതുപോലെ കഷ്ടങ്ങൾ എടുത്തും വിജനമായ പാതയിൽ കൊണ്ടുവരും. അത് നിന്റെ ജീവിതത്തെ തകർക്കാനല്ല. ഇത് സംബന്ധിച്ചൊരു ബോധ്യമുണ്ടാകാനാണ്. ആ കഴുതകൾ നഷ്ടപ്പെട്ടത് നന്നായി. ഇടയ്ക്ക് വെച്ച് പിന്മാറി പോകാൻ ആഗ്രഹിച്ചെങ്കിൽ കൂടെ നടക്കുന്ന കാര്യസ്ഥൻ നിന്നെ പുറകോട്ട് കൊണ്ടുപോയി വീണ്ടും നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. സ്തോത്രം ചെയ്തു. ആരാണ് ഈ കാര്യസ്ഥൻ? ഒക്കെ പറ. We love you, Holy Spirit. ഞങ്ങളുടെ സ്നേഹിക്കും. ഞങ്ങളുടെ പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് വിധിയെ കുറിച്ച് ബോധം വരും. ഞങ്ങളെ സകല സത്യത്തിൽ ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം. സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടം വരെ എത്തത്തില്ല. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. അറിയാം ആ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. പോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ കൊണ്ടുപോകും വാനത്തിൽ ഉള്ളം താകം നിത്യവും ആശയ ഉള്ളം താകം ആശയ കാണിക്കും. ക്രൂശിൽ രക്തം കാണിച്ച ആശ്വാസം നൽകിയിടുന്ന ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്ന ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനോടി സഞ്ചാരി സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ പോലും അറിയുന്നില്ല. കൂടെ നടക്കുന്ന ദാസൻ പറയുക, അവിടെ ഒരു ദൈവദാസനുണ്ട്, അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോകാം. ആ വാക്ക് പരാജയപ്പെട്ടത് ആ പുറത്തോടാണ് ശൗലിനെ രാജാവാക്കി മാറ്റുന്നത്.
പുറപ്പെട്ട ആത്മാവിന്റെ ആലോചന അനുസരിച്ച് പുറപ്പെട്ട നിന്നെ ദൈവം എന്താക്കാൻ ആഗ്രഹിക്കുന്നു ആ നിലയിൽ ആക്കി തീർക്കുമെന്ന് ഇന്ന് രാത്രിയിലും നിങ്ങളോട് കൂട് പറയുന്നു. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലിയതാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലിയതാണ്. ഈ മെസ്സേജ് പറയുന്ന എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലിയതാണ്. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇവിടം കൊണ്ട് തീരേണ്ട വ്യക്തിയല്ല, നിങ്ങൾ ഇവിടം കൊണ്ട് തീരേണ്ട വ്യക്തിയല്ല. അടുത്ത ലെവലിലേക്ക് എന്റെ ദൈവത്തിന് നമ്മെ ഉയർത്തുവാൻ ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടത്? അവൻ പുറപ്പെട്ടപ്പോൾ ദൈവവും പുറപ്പെട്ടു. ആമേൻ. ദൈവവും പുറപ്പെടുവിച്ചു. ഒരു ധനകാര്യമന്ത്രി ഷണ്ഡൻ, എത്യോപ്യക്കാരൻ. ഇന്നുള്ള എത്യോപ്യ അല്ല അത് കേട്ടോ. ആമേൻ. ഇന്നത്തെ സുഡാനാണെന്നാണ് വേദപണ്ഡിതന്മാർ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. യഹൂദനല്ലെങ്കിലും ഈ പുള്ളി ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിച്ചിരുന്നു. ഇസ്രായേലിന്റെ ദൈവം ആരാന്ന് അറിയാമോ? അറിഞ്ഞിട്ടുണ്ടോ? അവനാ യുദ്ധവീരൻ, അവനാ മഹാദൈവം, സൈന്യങ്ങളുടെ ദൈവം. ഇസ്രായേലിന്റെ ദൈവം ജാതികൾക്ക് പേടിയാണ്, ജാതികൾക്ക് ബഹുമാനമാണ്. ജാതികളോടി ആലയത്തിൽ വരുമായിരുന്നു. ദൈവത്തിന് മഹത്വം. അവർക്കറിയാം ആരാണ് ഇസ്രായേലിന്റെ ദൈവം. യഹോവയാം ദൈവം. ഈ ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ എന്തിനു നീ പേടിക്കുന്നു? എന്തിനു നീ ഭയപ്പെടുന്നു? ഭൂതന്മാർക്ക് മാത്രം അവകാശമായിരുന്നവരെ എന്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചിട്ട് അവനിലൂടെ അപ്പാ പിതാവേ എന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു. നമ്മൾ മക്കളെങ്കിൽ അവകാശികളായി മാറി. നമ്മുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വന്നു. നമുക്ക് ലഭിച്ച പ്രിവിലേജ് ഓർത്ത് ഒന്ന് ദൈവത്തെ ഇന്ന് രാത്രിയിൽ സ്തുതിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ദൈവം. ഭക്തന്മാര് ഗോത്രപിതാക്കന്മാരൊക്കെ വിളിച്ചിരുന്നു അബ്രഹാമിന്റെ ദൈവം. വീണ്ടും വിളിച്ച് സഖാക്കിന്റെ ദൈവം. വീണ്ടും വിളിച്ച് യാക്കോബിന്റെ പെരുമാറി ഇസ്രായേലിന്റെ ദൈവം. ഏലിയാവ് പ്രാർത്ഥിച്ച സമയത്ത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും എന്നല്ല പറഞ്ഞത്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവം എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. നാളുകൾ കഴിഞ്ഞപ്പോ ദാവീദിന്റെ ദൈവം, അവൻ മോശയുടെ ദൈവം ഇങ്ങനൊക്കെ പറഞ്ഞു 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 വന്നെങ്കിൽ ഈ പുതിയ നിയമകാലം വന്നപ്പോ നമുക്ക് വിളിക്കാനായിട്ട് ഇപ്രകാരം കഴിയും. എന്റെ ദൈവം, എന്റെ ദൈവം, my God, സ്വന്തം ദൈവം, our God. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തെ നമ്മുടെ ദൈവം, എന്റെ ദൈവം എന്ന് വിളിക്കാൻ അതിന് കാരണമായത് യേശു കർത്താവാണ്. നമ്മുടെ മൂത്ത ജ്യേഷ്ഠനായ, നമ്മുടെ മൂത്ത സഹോദരനായ, അവൻ ആദ്യ ജാതനായ
യേശു മുഖാന്തരമാ നമുക്ക് ആ പിതാവ് നമ്മുടെ പിതാവായി മാറിയത്. നമുക്ക് ലഭിച്ച പ്രിവിലേജ് എത്ര വലിയതാണ്. ആ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയ ഷണ്ണൻ അവിടെ പോയത്. ഷണ്ണന്റെ സ്ഥാനം എവിടാണ്? വീട്ടിൽ പോയി വായിച്ചാൽ മതി. നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ ചിന്തിക്കാം. ഷണ്ണന്റെ സ്ഥാനം എവിടാണ്? ആവർത്തനം 23:1. ആവർത്തനം 23:1 ഒന്ന് എടുത്തെങ്കിൽ പെട്ടെന്ന് വായിച്ചു. ഷണ്ണൻ എന്ത് ചെയ്യരുത്? യഹോവയുടെ ആലയത്തിൽ കയറരുത്. യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. എന്നാൽ അവന്റെ അവനൊരു ഭാവി ഉണ്ടാകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു. യെശയ്യാവിന്റെ പ്രവചനം 56-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യം കൂടെ വായിച്ച് നമ്മളിപ്പോ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അന്യജാതിക്കാരൻ ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയുന്നത് എന്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയെ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എന്റെ ആലയത്തിൽ എന്താ മതിലകങ്ങളിലും ദൈവത്തിന് മതി. ബാക്കി വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. ആലയത്തിൽ പ്രവേശനമില്ലാത്ത ഷണ്ണന് ഞാൻ പ്രവേശനം കൊടുക്കുക. ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തം അവരെ കുറിച്ചുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വ്യാഖ്യാനമുണ്ട്. രാജസദസ്സിൽ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ, ഈ പൊസിഷനിലുള്ളവരെ ഷണ്ണന്മാരെന്ന് വിളിക്കപ്പെടാറുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ചില ഉന്നതന്മാരെ സ്ഥാനപ്പെടുത്തുവാൻ ഈ ഭക്ഷണത്തെ ഉപയോഗിച്ചില്ലേ? ദൈവത്തിന് മഹത്വം. ദൈവസന്നിധിയിലും എഴുന്നേറ്റ് നിന്ന് അല്പനിമിഷം നമുക്കും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയതിനു ശേഷമായി നമുക്ക് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ നമുക്ക് എല്ലാവരും യേശുവിന്റെ രക്തത്താൽ ഒരു പാട്ടിന്റെ വരി നമ്മൾ ചേർന്ന് പാടാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.